ബിഗ് ബോസ് പ്രേമികൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിച്ച ഒരു ആഴ്ച എത്തിയിരിക്കുകയാണ് ഫാമിലി വീക്ക്. സത്യം പറഞ്ഞാൽ ഇന്ന് അങ്ങനെ ഒരു ആഴ്ചയാണെന്നൊക്കെയുള്ളത് നമുക്ക് മനസ്സിലായിട്ടുണ്ട്, പ്രൊമോയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ബിഗ് ബോസ് ഒരു വലിയ ചതി കാണിച്ചിട്ടുണ്ട്. ഷാനവാസിന്റെയും അനീഷിന്റെയും പേരൻസിനെ അവരുടെ വീട്ടുകാരെ ഒന്നിച്ചാണ് വരുത്തിച്ചത്. പക്ഷെ ഈ സമയം ലൈവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു അങ്ങേയറ്റം കഠിനമായ ഒരു പരീക്ഷണമാണ്. ഷാനവാസിനും അനീഷിനും ഒരു ടാസ്ക് കൊടുത്തിരിക്കുകയാണ്. അവർ രണ്ടുപേരും ആക്ടിവിറ്റി റൂമിൽ ലോക്ക്ഡ് ആണ്. അവർക്ക് കൊടുത്തിരിക്കുന്ന ടാസ്ക് എന്ന് പറയുന്നത് അവരുടെ 2 ബോർഡ് കൊടുത്തിട്ടുണ്ട്. ആ 2 ബോർഡിലായിട്ട് ഷാനവാസിന്റെ ഫാമിലി ഫോട്ടോയും അനീഷിന്റെ ഫാമിലി ഫോട്ടോയും ഒരു പസിൽ പോലെ അവരത് ചെയ്യണം. അവിടം കൊണ്ടും തീരുന്നില്ല. അതിനുശേഷം കിട്ടുന്ന ഒരു താക്കോല് വെച്ചിട്ട് പൂട്ട് തുറന്ന് അടുത്തൊരു ടാസ്ക് ഉണ്ട്. ഒറ്റ ടാസ്ക് അല്ല. അപ്പൊ ആ ടാസ്ക് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇതേ സമയം ഇവർക്ക് തന്നെ കാണിച്ചു കൊടുത്തു. ഇവരുടെ 2 പേരുടെയും ആദ്യം ഷാനവാസിന്റെ ഭാര്യയും മകളുമാണ് വന്നത്. അവര് വന്നപ്പോൾ തന്നെ ഈ പറയുന്ന എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ്. ഞാൻ അത് ശ്രദ്ധിച്ച കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഷാനവാസിന്റെ വീട്ടുകാർ വന്നപ്പോഴത്തേക്കും നമ്മുടെ നൂറയും ആദിലയും മടിച്ച് അവരുടെ അടുത്തേക്ക് പോയി. പക്ഷെ ഷാനവാസിന്റെ ഭാര്യ വളരെ സ്നേഹത്തോടെ തന്നെയാണ് അവരെ 2 പേരെയും പിടിച്ചതും സ്നേഹത്തോടെ തന്നെ തൊട്ടതും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചു. കാരണം ഇവർക്കൊരു പേടിയുണ്ട്, ഇവരുടെയൊക്കെ വീട്ടുകാർക്ക് ഞങ്ങളെ ഇഷ്ടപ്പെടുമോ എന്ന പേടിയിലാണ് ആദിലയും നൂറയും നിൽക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും ഷാനവാസിന്റെ മകളിനെ ഈ പറഞ്ഞ അനുമോൾ ആദ്യമേ പോയി അങ്ങ് പിടിക്കുകയാണ്. അപ്പം ഷാനവാസിന്റെ വൈഫും മകളും കൂടെ ഒക്കെ അവിടെ ലിവിങ് ഏരിയയിൽ വന്നിരിക്കുമ്പോൾ സംസാരിക്കുന്ന ഇടയിൽ ആദ്യം തന്നെ പറയുന്നതെന്ന് വെച്ചാലേ, ഇപ്പോ അവിടെ മകൾ ആദ്യം ചോദിക്കുന്നത് അനീഷേട്ടൻ എവിടെയെന്ന് പറഞ്ഞിട്ട് ഷാനവാസിന്റെ മകൾ അന്വേഷിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു മൊമെന്റിൽ വരുമ്പോഴത്തേക്കും ഇവർ 2 പേരും ആ ആക്ടിവിറ്റി ഏരിയയിൽ ഇരുന്ന് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ അനീഷ് ആണെങ്കിൽ അയ്യോ ദേ എന്നെ ചോദിക്കുന്നെന്ന് പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് ബ്ലഷായി, ഭയങ്കര ഇമോഷൻസ് ആണ് കേട്ടോ. അപ്പൊ ഷാനവാസിന് ഭയങ്കര സന്തോഷമായി. കാരണം ഇവരുടെ ആ ഒരു ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ ഉണ്ട്. അത് പുറത്ത് എത്രത്തോളം ഇമ്പാക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഈ മകള് വന്നിട്ട് അനീഷേട്ടൻ എവിടെയെന്ന് ചോദിക്കുന്നത്. സ്വന്തം വാപ്പി എവിടെയെന്ന് ചോദിക്കുന്നതിനേക്കാൾ കൂടുതൽ അനീഷേട്ടൻ എവിടെയെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനുശേഷം അവിടെ വന്നിരുന്നപ്പോ നമ്മുടെ അനുമോളാണ്, ഈ പറയുന്ന സുഹാന എന്നാണ് പുള്ളിക്കാരുടെ പേര്. അപ്പം അവിടെ വന്നിരുന്നിട്ട് ഷാനവാസിന്റെ വൈഫിന്റെ അടുത്ത് അനുമോള് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഓരോന്നിങ്ങനെ കൊടുക്കാൻ തരാന്നൊക്കെ പറയുന്ന കൂട്ടത്തില് സത്യം പറഞ്ഞാൽ ഷാനവാസിന്റെ വൈഫ് ചോദിക്കുന്നത് ഞങ്ങൾക്ക് പ്ലാച്ചിയ മതി എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് പ്ലാച്ചിയ തരാൻ പറ്റത്തില്ല, ഞാൻ കാണിച്ചു തരാട്ടോ, എടുക്കാനൊക്കെ തരാട്ടോ എന്നിങ്ങനെ അനുമോള് അവളോട് പറയാണ്. അതായത് ഷാനവാസിന്റെ മകളിനോട് പറയാണ്. എന്നിട്ട് പിന്നൊരു മണ്ടത്തരം അനുമോൾ കാണിച്ചു എന്ന് പറയാം. അനുമോൾക്ക് അവിടെ ഇരുന്നിട്ട് ക്യൂരിയോസിറ്റി, പുറത്ത് എന്തൊക്കെയാ നടക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി അനുമോൾക്കുണ്ട് കേട്ടോ. അപ്പൊ അനുമോൾ അവിടെ നിന്നിട്ട് മോളോട് പറയുന്നുണ്ട്, ഞാനിപ്പോ ഇന്ന് മോളുടെ വാപ്പിയായിട്ട് അടി ഉണ്ടാക്കിയിട്ട് ഇരിക്കുക, എന്തിനാന്നറിയോ, പേരയ്ക്ക് വേണ്ടി എന്ന്. ശരിക്കും പറഞ്ഞാൽ ഒരു കൊച്ചിന്റെ അടുത്ത് 30 വയസ്സുള്ള അനുമോള് പറയുന്ന കാര്യമാണ്. ഞാൻ ഷാനവാസിക്കായിട്ട് ഇപ്പൊ വഴക്കടിച്ചിട്ടിരിക്കുക കേട്ടോ പേരയ്ക്ക് വേണ്ടി എന്ന്. തമാശക്ക് പറഞ്ഞതാണേ. പക്ഷേ ഭയങ്കര ഫണ്ണാണ് സത്യം പറഞ്ഞാൽ. ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് വരുമ്പോഴത്തേക്കും അവരുടെ സീരിയസ് പ്രശ്നങ്ങളൊക്കെ അങ്ങ് മാറും. അതായത് ഇപ്പോ ഒരു സീസണിൽ ബിഗ് ബോസ് നടക്കുന്നത് കൊറോണ ടൈമിലായിരുന്നു. അപ്പോൾ കൊറോണയൊന്നും അല്ല അവർക്ക് വിഷയങ്ങൾ. അവർക്ക് അവിടെ റേഷൻ കിട്ടുന്നുണ്ടോ, അവിടെ വൃത്തിയുണ്ടോ, അതിന്റെ പേരിലടി ഇതിന്റെ പേരിലടി, അതേപോലൊരു ഫീൽ എനിക്ക് ഇവിടെയും വന്നു. കാരണം ഇവർക്ക് ഇന്നലെ ആ പറയുന്ന മോഹൻലാലിന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് കിട്ടിയപ്പോഴും യുവത്വങ്ങൾ അടക്കണമെന്ന് വിളിച്ചു പോകുന്നത് ഫുഡ് തായോ കേക്ക് തായോ എന്നാണ്. അതേ അവസ്ഥയാണ് ഫാമിലിയിൽ നിന്ന് ഒരു മെമ്പർ വരുമ്പോഴും അവിടെ നിന്ന് സംസാരിക്കുന്നത് ഞങ്ങളിപ്പോൾ അടി ഉണ്ടാക്കിയിട്ടിരുന്നതാണല്ലോ എന്ന് പറഞ്ഞിട്ട് അനുമോള്. അങ്ങനെ അവർ തമ്മിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ ഉണ്ട്. മോളോട് അനുമോള് ചോദിക്കുന്നുണ്ട് ആരെയാണ് കൂടുതൽ ഇഷ്ടം എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ജിസേലിനെയാണ് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം എന്ന്. മോൾക്ക് ഭയങ്കര ഇഷ്ടം ജിസേലിനെയാണെന്ന് പറയുന്നുണ്ട്. ജിസേലിനെ ഇഷ്ടമാണെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ആര്യൻ ചേട്ടനെ ഇഷ്ടം, ആര്യൻ മാമനാണ് കേട്ടോ, മാമനെയും കൂടി ഇഷ്ടമാണല്ലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് അനുമോള്. അപ്പൊ അത് ഒരു പാവമാണ്, ആര്യനൊരു പാവമാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് മകള്. പക്ഷെ പിന്നെ അവള് സത്യത്തിൽ ജിസേലിനെ ഇഷ്ടം എന്ന് പറയുമ്പോൾ ഒരു കാര്യമുണ്ട്. അവിടെ ജസീല എന്ന് പറഞ്ഞിട്ട് വന്നു കയറിയപ്പോഴേ ഈ പറഞ്ഞ ഷാനവാസിന്റെ വൈഫൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം ഈ ജിസേലും ഷാനവാസും തമ്മിലുള്ളൊരു കോംബോയും ഇവരെല്ലാവരും ഏറ്റെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പോസിറ്റീവായിട്ട് തന്നെയാണ് അവർ സംസാരിക്കുന്നതൊക്കെ. അത് കഴിഞ്ഞിട്ട് അനീഷിന്റെ അമ്മയും അബീഷും വരികയാണ്. സഹോദരൻ എന്ന് പറയണ്ട, കാരണം അനീഷ് ശരിക്കും പറഞ്ഞാൽ അബീഷിനൊരു വലിയ പ്രൊമോഷൻ ആ പറയുന്ന ബിഗ് ബോസ് ഹൗസിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? അങ്ങനെയല്ലേ? നിങ്ങളും ഇപ്പൊ സത്യം പറഞ്ഞാൽ അനീഷിന്റെ കൂടെ തന്നെ അബീഷിന്റെയും ഫാൻസ് ആയിട്ടുണ്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അബീഷിന് ഇനി പുറത്ത് ഫാൻസ് ക്ലബ് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ഏതായാലും ഇവർ രണ്ടുപേരും ഭയങ്കര ഒരു ലവിങ് ആയിട്ടുള്ള ഒരു അമ്മയാണ് കേട്ടോ. എനിക്ക് ആ അമ്മേനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര സ്മാർട്ടാണ്. അവിടെ വന്നിട്ട് സ്മാർട്ട്നെസ് കാണിക്കുന്നത് എവിടാന്ന് വെച്ചാലേ, അവിടെ വന്നിരിക്കാൻ നേരത്ത് നമ്മുടെ അനുമോളും നെവിനെയാണ് അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് കേട്ടോ. നെവിനെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ നെവിൻ ഇങ്ങനെ തുള്ളിച്ചാടി ഓരോന്നൊക്കെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ
സീറ്റ് ലിവിങ് ഏരിയയിൽ അനീഷിന്റെ സീറ്റ്, അപ്പൊ അനീഷേട്ടന്റെ സീറ്റ് അമ്മ അവിടെ ഇരുന്നു എന്നിങ്ങനെ അനുമോള് പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ അമ്മ അനീഷേട്ടന്റെ സീറ്റ് എനിക്ക് വേണ്ട എന്നും പറഞ്ഞിട്ട് അമ്മ അവിടെ വന്ന് ഇരിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് ഇവരെയൊക്കെ എല്ലാവരെയും സ്വാഗതമൊക്കെ ബിഗ് ബോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പം ഷാനവാസിന്റെ വൈഫിനെയും മോളെയൊക്കെ സ്വാഗതം ചെയ്തു. അത് കഴിഞ്ഞ് ഇവർ വന്നപ്പോഴത്തേക്കും അനീഷിന്റെ അമ്മേനെയും സഹോദരനെയും സ്വാഗതം ചെയ്യുമ്പോൾ നമ്മുടെ അമ്മയുണ്ടല്ലോ, അനീഷിന്റെ അമ്മ എഴുന്നേറ്റ് നിന്നിട്ട് താങ്ക് യു ബിഗ് ബോസ് എന്ന്. അയ്യോ എന്റെ പൊന്നെ, എല്ലാവരും അതിനകത്തിരുന്നവർക്ക് അധികം ചിരിക്കാൻ പറ്റില്ലല്ലോ, പക്ഷെ നമുക്ക് നമുക്കറിയാം അനീഷിന്റെ അമ്മ തന്നെ 100%. കാരണം എന്ന് വെച്ചാൽ അനീഷിന്റെ അതേ ചിട്ടയും അച്ചടക്കവും ഒക്കെ ഈ പറയുന്ന അമ്മയ്ക്കുണ്ട്. അമ്മയും അനീഷിനെ പോലെ ബിഹേവ് ചെയ്യുന്നു. ഇത് കണ്ടപ്പോ നെവിൻ ഭയങ്കരമായിട്ട് ചിരിച്ചിട്ട് ബിഗ് ബോസ് ഒരു എക്സ്ചേഞ്ച് ഓഫർ ഉണ്ടോ? അപ്പൊ ഞാൻ ആലോചിച്ചത് ഇങ്ങനെ ഒരു അർത്ഥത്തിൽ പറഞ്ഞ എക്സ്ചേഞ്ച് ഓഫർ അമ്മയെ ഇവന് വേണോ എന്നാണ് ഞാൻ ചിന്തിച്ചത് ആദ്യം. പക്ഷെ പെട്ടെന്ന് എനിക്ക് മനസ്സിലായി അനീഷിനെ അങ്ങ് പറഞ്ഞു വിട്ടിട്ട് അമ്മയെ ബിഗ് ബോസിലേക്ക് എടുക്കുക, അമ്മ ഭയങ്കര വൈബാണെന്ന് നമ്മുടെ നെവിൻ പറയുകയാണ്. അപ്പോൾ എന്തായാലും ശരി, ഈ ഒരു മൊമെന്റ് എന്ന് പറയുന്നത് നമുക്കിങ്ങനെ പറയാം. സത്യം പറഞ്ഞാൽ അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഷാനവാസിന്റെ അനീഷിന്റെ ഒരു മനസ്സുണ്ടല്ലോ ഭയങ്കരമായിട്ട്. കാരണം അവരവിടെ രണ്ടുപേരെയും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുന്നുണ്ട്, ഒരേ ടൈമിൽ കാണിച്ചിട്ടില്ല. കാരണം അവർക്ക് കോൺവെർസേഷൻ നടത്താനൊരു അവസരം ബിഗ് ബോസ് കൊടുത്തിട്ടില്ല. പക്ഷേ ഈ ഒരു മൊമെന്റിൽ അമ്മയും അതുപോലെ തന്നെ ഷാനവാസിന്റെ വൈഫും അവിടെ വരുമ്പോൾ അനീഷും ഷാനവാസും പരസ്പരം ഒരു സപ്പോർട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഇവരെ തമ്മിൽ ഒന്നിച്ചാക്കിയത് തന്നെ അതിന് വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന അനുമോളുടെ വീട്ടിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ ചിലപ്പോൾ നൂറയുടെ ആദിലയുടെയും അറിയില്ല, നൂറയുടെ ആദിലയുടെയും വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വരുമോ എന്ന്. അനീഷ് എപ്പോഴും പറയുന്നത് പോലെ നൂറയ്ക്കും ആദിലയ്ക്കും അവരുടെ പേരൻസും ഇതുപോലെയൊക്കെ വരാവുന്ന ഒരു നിമിഷം ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അപ്പോൾ വേഗം പോയി ആ ഒരു നല്ലൊരു മൊമെന്റ് അത് ചെറിഷ് ചെയ്തിട്ട് വരാം. അപ്പോൾ സീരിയൽ ഗ്രാൻഡ്മ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് കാണണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, കമന്റ് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.